ഹലോ ഗായ്സ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ദേ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ കാലമായിട്ട് നമുക്കിങ്ങനെ വൈകി പോയ പരിപാടി ഡെക്സ് 50 ചലഞ്ച്. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ചലഞ്ച് നീണ്ടു പോയി. അങ്ങനെ അവസാനമായിട്ട് എനിക്കും ഡെക്സ്റ്ററിനും കൂടെ ഒരു നല്ലൊരു സമയം കിട്ടി ഇതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ. പക്ഷേ നമ്മളൊപ്പം ഇന്ന് ഡെക്സ്റ്റർ മാത്രമല്ല ഉള്ളത്, അഖിൽ ജിഫ്രവും കൂടെ ഉണ്ട്, ബർക്കത്ത്, അതുപോലെ തന്നെ മുന്തിരിക്കല്ലിൻ്റെ മാസ്റ്ററിങ് ചെയ്തത് അഖിൽ ജിഫ്രവുമാണ്. അതുപോലെ തന്നെ ബർക്കത്തിൽ വോക്കൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡെക്സ്റ്റർ ഇടുന്ന ഓരോ ട്രാക്കിൻ്റെ അധികം മാസ്റ്ററിങ് ചെയ്യുന്നത് മൂപ്പർ തന്നെയാണ്. സോ നമുക്ക് അവരെ ഒന്ന് ആഡ് ചെയ്യട്ടെ അതിലേക്ക്. ഹലോ. കുറച്ച് വൈകിപ്പോയി നമ്മളെ റിസൾട്ട് വരാന്. നമ്മള് 1 വീക്കില് പുറത്തുവിടാന്ന് പറഞ്ഞ സാധനം ഏകദേശം 1 മന്തായി. എന്തൊക്കെയാ നടക്കുന്നത്? സം അപ്ഡേറ്റ്സ് അബൌട്ട് റീസെന്റ് വർക്ക്സ്, പരിപാടികളൊക്കെ. അതെ, നമ്മളിപ്പോ ആക്ച്വലി ഇത് 50K സബ്സ് ആയപ്പോഴായിരുന്നു ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ അത് വീണ്ടും ഇപ്പൊ എനിക്ക് 75K സബ്സ് ആവാനായി. അപ്പോഴാണ് റിസൾട്ട് ഇടാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. 75-ന് നമുക്ക് മറ്റൊരു ചലഞ്ച്. അഖിൽ, എന്തൊക്കെയാണ് വർക്കിന്റെ അപ്ഡേറ്റ്സുകള്? പുതിയ കൊളാബും പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? വർക്കെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസ്, മിക്സിങ്ങിന്റെ വർക്ക്, പുള്ളിയുടെ ഒപ്പം കയറിയപ്പോ അത്യാവശ്യം നല്ല മിക്സിങ്ങിന്റെ ഫുൾ വർക്കുകൾ കിട്ടി തുടങ്ങി. അങ്ങനെ ഗംഭീരമായിട്ട് പോണ്. പുറത്തുനിന്നൊക്കെ ഉള്ള വർക്ക് വന്നു തുടങ്ങി. അങ്ങനെ മുന്തിരിക്കല്ല് ഇറങ്ങിയതിന്റെ ശേഷം, മുന്തിരിക്കല്ലല്ല സോറി, ബർക്കത്ത് ഇറങ്ങിയതിന്റെ ശേഷമാണ് നിങ്ങൾ രണ്ടാളും പാടുന്ന് അറിഞ്ഞത്. അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നാ? ഞാൻ മുന്നേ പാട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി വേറെയും പാട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു എന്നിലേക്ക് ഇരണമെന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ അല്ല, ഒരു അക്കോസ്റ്റിക് അങ്ങനത്തെ ഒരു ട്രാക്കാണ്. അതില് അഖിലാണ് പാടിയിട്ടുള്ളത്. ഞാൻ അതിന്റെ ലിറിക്സ് ആണ് ആക്ച്വലി എഴുതിയിട്ടുള്ളത്. ഡെക്സിന്റെ ഫസ്റ്റ് പാട്ട് ഈ നാളുകൾ എന്ന് പറഞ്ഞൊരു സോങ് ആയിരുന്നു. അതുണ്ട്, അത് അഖിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതില് ഞാൻ പാടി, അഖിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതെ. ഞാന് ഇത് മറ്റേ ബർക്കത്ത് കേൾക്കുമ്പോ ഞാനത് നോക്കുന്നില്ല, ഞാനത് ഫസ്റ്റ് ആയിട്ട് അതിലേക്ക് നിൽക്കല്ലേ. അപ്പൊ എനിക്ക് ഡെക്സ്റ്ററിന്റെ സൗണ്ട് മനസ്സിലായി. അവൻ പാടിയിട്ടുണ്ടോ? അവിടെയാണ് ഞാന് പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മറ്റൊരു മാസ്റ്റർ ചെയ്തവരോ എല്ലാരും കൂടെ ഉള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ട്രാക്ക് ആയിരുന്നു അല്ലെ ബർക്കത്ത്. അപ്പൊ നമുക്ക് പിന്നെ പറയാം. അല്ല, ബാക്ക് ബോണ ചെറിയ കുട്ടികളെ സൗണ്ട് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അത് ആക്ച്വലി ബ്രോ റിയാക്ഷന് പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം നമ്മള് മറ്റേ ഈ ഡാസിന്റെ ട്രാക്കില്ലേ, മറ്റേ ഡാസിന്റെ ആ ട്രാക്കില്ലേ, എവിടെ വരണം. ആക്ച്വലി അത് കേട്ടപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ. അത് ചെയ്തപ്പോ തന്നെയാണ്, അത് കേട്ടപ്പോ തന്നെയാണ് കിട്ടിയത്. അപ്പോ അങ്ങനെ വർക്കത്തിൽ അത് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയി. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ അതാണ്. താനേ നാനേ ആ സാധനം ഉണ്ടല്ലോ, അത് ശരിക്ക് ഒരു കൊയറ് വരുമ്പോ ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു ഒരു ഡിവൈൻ മൂഡിലൊരു ലെവലിലേക്ക് എത്തിക്കും. ഒരു കൊയർ സാധനം അത് വേറൊരു ഫീലിലേക്ക് പോകും. അങ്ങനെ ചെറിയ കുട്ടികൾ കുറെ എലമെന്റ്. നമ്മുടെ മറ്റേ ബിലീവറിന്റെ ഒരു കൊയർ സാധനം കേട്ടിട്ടുണ്ടോ? ബിലീവർ കുറെ ചെറിയ കുട്ടികൾ പാടുന്ന ഇമാജിൻ ഡ്രാഗൺസിന്റെ ബിലീവർ. അത് സാധാരണ ബിലീവർ തന്നെ നമുക്കൊരു ഹൈപ്പ് സോങ് ആണല്ലോ, ഈ ജിമ്മിലൊക്കെ കളിപ്പിക്കാൻ പറ്റിയ ട്രാക്ക് ആണല്ലോ. പക്ഷെ ഒരു ലോയിലൊക്കെ കിടക്കുകയാണെങ്കിൽ, നമ്മളൊരു ലോ വൈബിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിലീവറിന്റെ കൊയർ കേട്ടാലുണ്ടല്ലോ, ഈ ചില സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വേദന വരൂലേ, ഇവിടെ ഒരു വേദന വരൂലേ, ആ സാധനം വെച്ചിരുന്നു. നമുക്ക് ഇത് തുടങ്ങിയാല, റിയാക്ഷൻ പരിപാടികൾ തുടങ്ങിയാല. നമുക്ക് ടോട്ടല് എന്താ, നമ്മൾ അതിന്ന് എടുത്ത ഒരു എത്ര 5 or 6 നമ്മൾ എത്ര റിയാക്ട് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് എൻട്രീസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങള് പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഒരുപാട് എൻട്രീസ് കിട്ടി. എനിക്കിത് എങ്ങനെ പുൾ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തോണ്ടെന്നില്ല. അപ്പൊ ഇതിന്റെ ഐഡിയാസ് എല്ലാം ബൈസിയാണ് എനിക്ക് ഫുൾ ചെയ്തത്. ബൈസി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഇവന്റ്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഒരുപാട് എൻട്രീസ് കിട്ടി, ഇത്ര ചെറുതായി ചെയ്തിട്ടും. ഇനി ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും ചെയ്യുമ്പോ ഇതിനും നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതെന്തായാലും സെറ്റ്. ഇപ്പൊ കിട്ടിയ എൻട്രീസ് നമ്മള് കുറച്ച് ഒരു 5-6 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിയാക്ട് അല്ലേ.
മറ്റേ ബൈസാണ് പുൾ ഓഫ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് തരുന്നപ്പോ മറ്റേ പപ്പ സാധനം പൊങ്ങി ആ സാധനം ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് പപ്പ ജയറാം നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ പോയി നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് ഓഡിയോ ക്വാളിറ്റി പരിപാടികളൊന്നും നോക്കുന്നില്ല. നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഫ്ലോ ഓഫ് ബീറ്റ് ആവാണ്ട് പോകുന്നത് ആൻഡ് പറയുന്ന വരികൾ റിപ്പീറ്റ് അല്ലാണ്ട് മറ്റേ ചൈൽഡിഷ് ലിറിക്സ് അല്ലാണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ ബാർസ് ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്ലസ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, റൈംസ്, വേർഡ് പ്ലേ ഓഫ് ബീറ്റ് ആവാണ്ട് നോക്കുക. സൗണ്ട് ക്വാളിറ്റി നമ്മൾ നോക്കുന്നില്ല. ആൻഡ് പ്ലസ് ഇത് ഡെക്സ് റിലീസ് ചെയ്യുമ്പോഴും ഐ തിങ്ക് യു ആർ പ്ലാനിങ് ഫോർ ലൈക്ക് ഓഡിയോ ക്വാളിറ്റി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ആവുമല്ലേ റിലീസ് ആക്കുന്നത്? അതെ, നമ്മളെന്തായാലും വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവരെ ഇപ്പോ റെക്കോർഡ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് തന്നെ റിലീസ് ചെയ്യും. Nice. From a lot of entries you shared, we have shortlisted some of the best, and we'll be selecting the winner same time. Shortlisted entry 1, Devnath Kodapalli. That's got it. Kalyan vibe, Squid Game type, Beast Game mode, DJ on the mic, തകർന്നു വരും flow, swag full tight, മലയാളി പുലി ഇത് level വേറെ height. Kalyan vibe, Squid Game type, Beast Game mode, DJ on the mic, തകർന്നു വരും flow, swag full tight, മലയാളി പുലി ഇത് level വേറെ height. Life ഒരു കളി ഞാൻ Squid Game player, stage കിട്ടിക്കാൻ ഞാൻ Beast Game slayer. Rules ഇല്ല ഇത് ഞാൻ set ചെയ്യും scene, rap തകർന്നു വരും പൊളി vibe clean. കളിയിൽ ഞാൻ boss ഇത് മണി അടിയിൽ ഒരു പഞ്ച് വൈബ് കൊണ്ട് ചത. ഗെയിം നിന്റെ കളിക്കും ഡിക്ക് ആണ് വരും മലയാളി പുലി ഇത് ലെവൽ വേറെ ഹൈറ്റ്. കളിയാണ് വൈബ്, സ്ക്വിഡ് ഗെയിം ടൈപ്പ്, ബീസ് ഗെയിം മോഡ്, ഡിക്ക് ഓൺ ദി ബൈക്ക്, തകർന്നു വരും ഫ്ലോ, സ്വാഗ് ഫുൾ ടൈറ്റ്, മലയാളി പുലി ഇത് ലെവൽ വേറെ ഹൈറ്റ്. കളിയാണ് വൈബ്, സ്ക്വിഡ് ഗെയിം ടൈപ്പ്, ബീസ് ഗെയിം മോഡ്, ഡിക്ക് ഓൺ ദി മൈക്ക്, തകർന്നു വരും ഫ്ലോ, സ്വാഗ് ഫുൾ ടൈറ്റ്, മലയാളി പുലി ഇത് ലെവൽ വേറെ ഹൈറ്റ്. ലൈഫ് ഒരു കളി ഞാൻ പുതിയതെവിടെ, സ്റ്റേജ് കിട്ടിക്കാൻ ഞാൻ ഫയർ കാണട്ടെ. റൂൾസിലെ ഇത് ഞാൻ ചെയ്യും എന്റെ വെയിം, റാപ്പ് തകർന്നു വരും പൊളി വൈബ് ക്ലീൻ. കളിയിൽ ഞാൻ ബോസ് ഇത് മളിപ്പത, അടിയിൽ ഒരു പഞ്ച് വൈബ് കൊണ്ട് ചത. ഗെയിം നിന്റെ കളിക്കും ഡിക്കെ ആണ് വരും കളിയാണ് വൈബ്, സ്ക്വിഡ് ഗെയിം ടൈപ്പ്, ബീസ് ഗെയിം മോഡ്, ഡിക്കെ ഓൺ ദി മൈക്ക്, തകർന്നു വരും ഫ്ലോ, സ്വാഗ് ഫുൾ ടൈറ്റ്, മലയാളി പുലി മലയാളി പുലി ഇത് ലെവൽ വേറെ ഹൈറ്റ്. ഇത് ലെവൽ വേറെ ഹൈറ്റ്. മലയാളി പുലി ഇത് ലെവൽ വേറെ ഹൈറ്റ്. ഓക്കെ, ഓ നൈസ്. അപ്പോ അഖിലെന്താ തോന്നുന്നേ ഫസ്റ്റ് കേട്ടപ്പോളെ? ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല, നൈസ് ആയിട്ടുണ്ട്. ഇനി റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫസ്റ്റ് കേൾക്കല്ലേ. അതെ അതെ, ബാക്കി കൂടെ കേൾക്കണല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളെ ബൈസി നമുക്ക് കിട്ടിയ എൻട്രീസില് വീഡിയോ പ്രൊഡക്ഷൻ അടക്കം ചെയ്തിട്ടുള്ള ഒരു എൻട്രി ഇതാ തോന്നുന്നില്ലേ? അത്യാവശ്യത്തിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ്? അല്ല, അഡീഷണൽ പോയിന്റ്സ് സംഭവം എനിക്ക് തോന്നിയ സംഭവം ലൈക്ക് റിപ്പീറ്റേഷൻ സംഭവം വന്നിട്ടുണ്ടായിരുന്നു ബാർസിൽ. കുറച്ച് ബാർസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അത് 1 ടൈം 2 ടൈം 3 ടൈം വന്നപ്പോൾ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ഡൗൺ അടിച്ചു. ബാക്കിയുള്ള ഇൻട്രോ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് നൈസ്. ലൈക്ക് സൗണ്ട് ക്വാളിറ്റി ഇഫ് ഈ റെക്കോർഡ് ഇറ്റ് ഓൺ എ ഫോൺ നല്ല എഫേർട്ടാണ്. അതെ അതെ, ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ആണ്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ആക്ച്വലി ആള് ചെയ്തൊക്കെ നൈസ് ആയിട്ടുണ്ട്, പക്ഷെ മീറ്ററിങ് കറക്റ്റ് വരാത്ത പോലെ തോന്നി. ലിറിക്സിന്റെ ബാർസ് അനുസരിച്ച് മീറ്ററിങ് വരാത്ത പോലെ തോന്നി. ആ ഒരു സിങ്കിന്റെ ഒരു പ്രശ്നം. ലിറിക്സ് ഒക്കെ സെറ്റ് ആണ്, ബട്ട് ലൈക്ക് ആദ്യം യൂസ് ചെയ്ത ബാർസ് തന്നെ പിന്നെ ഡ്രോപ്പിന് വേണ്ടി യൂസ് ചെയ്ത പോലെ തോന്നി. റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, പക്ഷെ വീഡിയോ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര എഫേർട്ട് ഇട്ടാൽ നമ്മള് സത്യം ലൈക്ക് കൊടുക്കണം. യെസ്. അപ്പൊ നെക്സ്റ്റ് വൺ നോക്കാല്ലേ?
കാലങ്ങൾ പായണം. നീ നിനക്കായി മാത്രം കാഴ്ചകൾ തിരയണം. നീ നിന്റെ സന്തോഷങ്ങൾക്കായി മാത്രം ജീവിച്ചോണം. നിന്റെ കൂടെ നിന്നവർക്ക് ജീവനും കൊടുക്കണം. കാലമില്ലേ ഭൂഗോളത്തിൽ നിറഞ്ഞാടും പായണം. സ്വന്തം നേട്ടങ്ങൾക്കു മാത്രം കൂടെ കൂടും ജോലികൾ. കൊണയടി മാത്രമുള്ള ചീതൂകും വാഴകൾ. വെറിപൂണ്ടു കൊന്നുതള്ളും വർഗീയ വിരകൾ. ചതിക്കുന്ന ഒപ്പിക്കുന്ന മാതക മലരിനെ കൂടെ നിന്ന് ചെവിരുന്നു പണ്ടാരക്കാലനെ കണുമടച്ചൊരു തന്നെ വക്കിലങ്ങ് മയങ്ങിയ നിനക്ക് നീ മാത്രമേ കാണൂ. ഓർത്തിട്ട് നിറങ്ങനെ നല്ലതെന്ന് പറയിക്കാൻ കഷ്ടപ്പെടും മക്കള്. നാട്ടുകാരെ കാട്ടാനായി മാത്രമാണ് നിക്കല്. 4 നേരം പിന്നിലാനായി അച്ഛനായ മുക്കല്. 440 ആ ഫോണിലാണ് നോക്കല്. ചിരിക്കല്ലേ മയക്കല്ലേ മായകത്ത് ചൊരിയല്ലേ കളിക്കല്ലേ കൊണക്കല്ലേ എല്ലാരും കണ്ടിടല്ലേ ഒടുക്കല്ലേ മറന്നൊന്ന് ധരിക്കല്ലേ. മനസ്സിൽ ഞാൻ കെട്ടിയിട്ട മൃഗത്തിനെ ചൊറിയല്ലേ. കാണുന്നില്ലേ ഭൂഗോളത്തിൽ നിറഞ്ഞാടും പാഴുകൾ. സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രം കൂടെ കൂടും ജോലികൾ. കോണയടി മാത്രമുള്ള ചിരി തൂകും വാഴകൾ. വെറിപ്പൂണ്ടു കൊന്നുതള്ളും വർഗീയ വീരകൾ. മുഖത്തുണ്ട് ചിരി ഇല്ല ഉള്ളിലേക്ക് സ്നേഹം. പറച്ചിലിൽ തേനും പക്ഷെ പ്രവൃത്തികൾ മോശം. പടി തെറ്റി വീഴും കണ്ടു നിന്നവർക്ക് കുറ്റം. അടിച്ചുറക്കണം ഇത്ര വിങ്ങലുള്ള കൂട്ടം. അകലാനേലും ചിലർ പകരുന്ന ശ്വാസം. പിടച്ചിലിൽ തേനും പക്ഷെ ചിരി മാത്രമേകും. പതറുന്ന വേളകളിൽ കൈത്താങ്ങി നിൽക്കും. കൂടെ പിറക്കുന്ന പോലെ തോൾ ചേർന്ന് നിൽക്കും. അകലെയാണേലും ചിലർ പകരുന്ന ശ്വാസം. പിടച്ചിലിൽ തേനും പക്ഷെ ചിരി മാത്രമേകും. പതറുന്ന വേളകളിൽ കൈത്താങ്ങി നിൽക്കും. കൂടെ പിറപ്പെന്ന പോലെ തോൾ ചേർന്ന് നിൽക്കും. മണ്ണിത് റബ്ബ് പടച്ചത് തന്നെ മനിതനെയും ഓൻ ആക്കിയ തന്നെ. മണ്ണിത് റബ്ബ് പടച്ചത് തന്നെ മനിതനെയും ഓൻ ആക്കിയ തന്നെ. എന്തിനെന്ന് ചോദിക്കല്ലേ എങ്ങനെന്ന് ചോദിക്കല്ലേ. ചോദ്യം കൊണ്ട് കുഞ്ഞിടല്ലേ സമാധാനം കെടുത്തല്ലേ. എന്തിനെന്നും എങ്ങനെന്നും പറഞ്ഞിടാനാകളുണ്ട്. കാണുന്നില്ലേ ഭൂഗോളത്തിൽ നിറഞ്ഞാടും പാലുകൾ. സ്വന്തം നേട്ടങ്ങൾക്ക് മാത്രം കൂടെ കൂടും ജോലികൾ. കൊണയടി മാത്രമുള്ള ചിരി തൂകും വാഴകൾ. വെറിപൂണ്ടു കുന്നുതള്ളും വർഗീയ വീരകൾ. മച്ചിടല്ലേ മുഖത്തുള്ള നിഷ്കളങ്ക ചിരികൾ. കഷ്ടപ്പെടുന്നൊരു ചൊരി ആശ്വാസമൊഴികൾ. മണ്ണു നമ്മുടെ ആരുടേതും അല്ലെന്നുള്ള ചിന്തകൾ. ആകെ ഉറപ്പന്നു ചേരും ആരടി തൻ കൂടുകൾ. ലിറിക്സ് കുറച്ച് ക്ലിയർ ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ടിന് ബീറ്റിനനുസരിച്ച് കുറച്ച് മീറ്ററിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. ലിറിക്സ് ഒരുപാട് വേർഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വേർഡ്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ വന്നിട്ടുണ്ട് തോന്നല്ലേ. ക്വാളിറ്റിനേക്കാൾ എനിക്ക് തോന്നിയത് കുറെ വേർഡ്സും കുറെ കട്ടിയുള്ള വരികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വരികളുണ്ട്. ആ വരികൾ പറയുമ്പോ ആ ഇമോഷൻ ലാക്ക് ചെയ്ത പോലെ തോന്നി. ലൈക്ക് എനർജി പിന്നെ സെയിം ത്രൂ ഔട്ട് ദ ട്രാക്ക് ഒരു സെയിം ഫ്ലോ തന്നെ റിപ്പീറ്റ് ആയ പോലെ തോന്നിയില്ലേ. സെയിം ഫ്ലോ ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് കുറെ വലിയ വലിയ കാര്യങ്ങൾ ലിറിക്സ് പറയുന്നുണ്ട്. പക്ഷെ വർഗീയത എന്ന് പറയുമ്പോൾ നമ്മള് വർഗീയത എന്ന് പറയുമ്പോഴല്ലേ ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടുള്ളൂ. ആ ഒരു ടോണിലുള്ള ഒരു സംഭവം തോന്നി. ബാക്കി കുറെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് സെയിം ഫ്ലോ ഓൾ ഓവർ. നൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സംഭവം കൊള്ളാം. പൊട്ടൻഷ്യൽ ഉണ്ട്. കുറച്ചും കൂടെ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി. ഫ്ലോയിന്റെ പൈസ പറഞ്ഞ പോലെ ഒരു ഇമോഷൻസ് നമ്മൾ പറയുന്നതില് വാക്കില് ഇപ്പോ ഇമോഷൻസ് ഒക്കെ കിട്ടിയാല് അത് കണക്ട് ചെയ്യാം. കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് നല്ല ഡെലിവർ ആകുമ്പോ ആ ഒരു എഫക്റ്റ് കിട്ടും. നെക്സ്റ്റ് Malabari boys, triple noise, make sure everybody hear our voice. Haters will do their work, they spend hate, they ain't got no choice. Malabari boys, triple noise, make sure everybody hear our voice. Haters will do their work, they spend hate, they ain't got no choice. ഞങ്ങളൊന്നും കൊടുക്കും shots, Kerala blasters, goalkeeper വെറുതെ കൊടുക്കും ഞങ്ങൾ ball തൊടുന്നതെല്ലാം സ്കോർ. കാൽപന്തിലോ മെസ്സി ഞാൻ എന്റെ ഗോൾ പോസ്റ്റോ അതെന്റെ മോൾ. എടുത്തതല്ല ഫ്ലോ, കുട്ടിയിട്ടതല്ല ഗ്ലോ. എന്റെ നിന്റെ എന്നുണ്ടോ എല്ലാവരുടേതുമല്ല ഗ്ലോ. ബാൻ വേഗനല്ല സ്നോ ബാൻ ലബണന്റെ ഡോ. പാഷൻ ഉണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് നോക്കണോ. ഐ ക്രാക്ക് ജോക്സ് ബോൺസ് ടു 1 to send your brain on to 80 days around the world, the rest around the universe. I'll zoom your face, touch it both ways, open up some waterways. I really won't go with your face. I play with blood, not chocolate. Your Thailand boy, I'm poor. Adi Vendel with the no. Your fantasy girls and hoes, my fantasy guns and go.
ട്രോളും നിന്നെ ട്രോളും പുതുവഴി വെട്ടിയവർ എപ്പോഴും നേരിടും എതിരൻ കാറ്റും കോളും പാഷന് എന്ത് കോളും പെട്രോളും വിശനെന്ന ടണലിൽ ഞാനും ഗോളും എന്നെ ചുറ്റുന്നു ഭൂഗോളം എന്റെ സ്വപ്നം വാനത്തോളം താങ്ങാൻ ചങ്ങാതിയുടെ തോളം മലബാരി ബോയ്സ് ട്രിപ്പിൾ നോയ്സ് make sure everybody hear our voice haters will do their work they spread hate they ain't got no choice Malabari boys triple noise make sure everybody hear our voice haters will do their work they spread hate they ain't got no choice ഒമ്പത് കിണ്ണസാണ് അടിപൊളി ഫ്ലക്സ് ഫ്ലോ എന്റെ പൊന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഭയങ്കര വർക്കൗട്ട് ഇംഗ്ലീഷ് ഭാഗം നല്ല രസമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഭാഗം നല്ല രസമുണ്ട്. സെക്കൻഡ് ബിൽഡപ്പിലുള്ള ആ ഓളം ഗോളം അങ്ങനൊക്കെ പറയുന്ന പോർഷൻസ് ഒക്കെ നല്ല കണക്ഷൻ വരുന്നുണ്ട്. യു ഹാവ് എന്തോ ഒരു ഹോസ് ആൻഡ് ദെൻ വി ഗോട്ട് ഗൺസ് ആൻഡ് ഗോ അങ്ങനെ എന്തോ ഒരു ബാർ വന്നിട്ടുണ്ട് അവിടെ. നൈസ് ആയിരുന്നു. യുവർ ഫാന്റസി ഗേൾസ് ആൻഡ് ഹോർസ് മൈ ഫാന്റസി ഗൺസ് ആൻഡ് ഗോർ. ഗൺസ് ആൻഡ് ഗോ നൈസ് സാധനം വന്നിട്ടുണ്ട് അവിടെ. നൈസ് സാധനം അത് നൈസായി. പുള്ളിയുടെ പേരെന്തായിരുന്നു? കോൾ മീ വാവ. റിയൽ നെയിം കൊടുത്തില്ല. ഓക്കെ അപ്പൊ ഇത് ഒരു നൈസിൽ എനിക്ക് കുറ്റം പറയാൻ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളിയായി. നല്ല മൂഡില് പോകുന്നുണ്ട്. നല്ല ഫ്ലോ, ഒരു കമ്പോസിഷൻ ഒക്കെ വന്നു ട്രാക്കില്. അതെ മ്യൂസിക്കലി കമ്പോസിഷൻ വന്നു. അതെ ഇങ്ങനത്തെ ഒരു ഈഡിയം ടൈപ്പ് ഒരു ബീറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ കലങ്ങുന്ന കണ്ണിലെന്നും മരി കെട്ടപ്പ അത് പൊടിച്ചാലും തുടച്ചാലും കടൽ കണക്ക എന്നെ ചിരിക്കുന്ന മനമൊന്നും മുള്ളിക്കുതിപ്പ അത് കൊതിച്ചാലും നടിച്ചാലും കാണാൻ കെട്ടപ്പ കനത്തിൽ കൊടുത്തോരെ കല്ലുപൂത്തി മറക്ക വരച്ചടി ചടപ്പ കോലച്ചടി മടുപ്പ പടത്തന വിളിയൊന്നും സുഖിക്കില്ല പുറപ്പ പച്ചവലി മറന്നാലും പച്ച പോലെ കിടക്ക വഴിത്തേക്ക് പറഞ്ഞത് മറക്കല്ലിട്ടോ മണ്ണ നാം കല്ലും കരുത്തൊന്നും പിടിക്കല്ലിട്ടോ എന്നെ കീപ്പട്ട് നടന്നിട്ട് ചെലുക്കല്ലിട്ടോ പല നേരത്തെ രുചിച്ചതും കണക്കല്ലിട്ടോ നിന്നെ പറക്കുന്ന ചെറുകഥ നിലത്തൊന്ന് കിടക്കട്ടെ എടുക്കട്ടെ കണക്കിന് മൊന്തക്കൊന്ന് തെളിക്കട്ടെ നരകിച്ച നയിപ്പൊന്നും മടിക്കത്തി കിടക്കട്ടെ സുഖിപ്പിച്ച മലക്കൊന്നും മടുപ്പത്ത് കിടക്കട്ടെ. വഴികെട്ട് പോയി എന്റെ ഫെയ്ത്തിലെ ചാൻസ് അത് വരച്ചിട്ട് ഓടിച്ചാലും വഴക്ക് തിരി പല കൊലച്ചതി എടുപ്പതും കിടക്ക് തിരി മനം പൊരുതുന്ന കളിയെല്ലാം മെഴുകി തിരി അത് വഴക്കിട്ട് പോയി എന്റെ ഫെയ്ത്തിലെ ചാൻസ് അത് വരച്ചിട്ട് ഓടിച്ചാലും വഴക്ക് തിരി പല കൊലച്ചതി എടുപ്പതും കിടക്ക് തിരി മനം പൊരുതുന്ന കളിയെല്ലാം മെഴുകി തിരി. നിന്നെ പറക്കുന്ന ചെറുകത്ത് നിലത്തൊന്ന് കിടക്കട്ടെ എടുക്കട്ടെ കണക്കിന് മോന്തക്കൊന്ന് തളിക്കട്ടെ നരകച്ച നയിപ്പൊന്നും മടിത്തട്ടി കിടക്കട്ടെ സുഖിപ്പിച്ച മലക്കൊന്നും മടുപ്പത്ത് കിടക്കട്ടെ. അത് നൈസായി. ഓരോ തവണ കേൾക്കുന്നതും ഡ്രോപ്പിന്റെ ഭാഗത്ത് എംടി വന്നല്ലേ, അത് എനിക്ക് തോന്നുന്നത് കുറെ എംടി വന്നു. ആൾക്കാർക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. സംഭവം മിസ്കൺസെപ്ഷൻ, അത് ഡ്രോപ്പ് ആണെന്ന് വിചാരിച്ച ആൾക്കാര്, അതാണ് പറ്റിയത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഫ്ലോയിലൊരു വേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് വേഴ്സിന് പറ്റിയ ഒരു പൊസിഷനാണത്. ആ ഭാഗത്ത് അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടൂലേ? ബ്ലാങ്ക് ആക്കി ഇട്ട ഒരു അത് മാത്രമേ ഇതിന് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ബ്ലാങ്ക് സോഫാർ കേട്ടിൽ വെച്ച് ബാർസ് പക്ക അല്ലേ ഇതില് മീറ്ററിംഗ് ഒക്കെ ഇങ്ങനെ കട്ടി പോകുന്നുണ്ട്. ഓരോ കിക്കിനനുസരിച്ച് ആ ടെമ്പോ അടിച്ചു വന്നിട്ടുണ്ട് വേർഡ്സ്. മേക്ക് ആൻഡ് ഫ്ലൈ ഇത് നല്ല രണ്ടാണ്. നെക്സ്റ്റ് നമ്മളടുത്ത യദു. Hey Dexter, give it a listen bro, just flexing my skills. Yeah, I'm the maddest man who states it honest in the world full of rodents. Now load every soda, the product of it.
All the scores, it's a feel like the chopstick they feed me torches. Now I snort euphoric through both my nose because I want to cope. This all lost because of no signs, no one in my eyes don't feel them, so I break the body with my head so gari. Attack it, pick it, red, it, load the good, the killer, galling, you feeding the body, you leading the kind of lily, kind of the other, the bad, the pity, the bad, the fella, getting you good, you tune on the mud, the brigamella. Attack it, pick it, red, it, load the good, the killer, galling, you feeding the body, you leading the kind of lily, kind of the other, the pity, the bad, the fella, getting you good, you tune on the mud, the brigamella. Hey. He knows the game. ഇത് തുടക്കത്തിൽ ക്വാളിറ്റി. പിന്നെ ഒരു മാറിയില്ലേ, മലയാളത്തിലേക്ക് മാറിയില്ലേ, അത് നൈസായിരുന്നു. അതെ അതെ അതെ, നൈസായി നൈസായി. ഓരോ തവണ കേൾക്കുന്നവരും മാറി 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 വരിക. സത്യം സത്യം, ഇങ്ങനെ കേറി കേറി വരിക. ശരിയല്ലേ? സോഫാർ കേട്ടതിൽ ആ ഗ്രാഫ് ഇങ്ങനെ മോളിക്ക് ഇങ്ങനെ പോയി ഒരു ആ ബിൽഡപ്പ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു ഫ്ലിപ്പ് അടിച്ചില്ലേ, ആ മലയാളത്തിന് വേറെ തന്നെ ഒരു വേറെ തന്നെ ഒരു പവർ കിട്ടി ആ മലയാളത്തിന്. സ്റ്റാർട്ടിങ്ങിൽ എന്തൊരു സാധനം പറഞ്ഞു, ഡെക്സ്റ്റർ അങ്ങനെ എന്തെങ്കിലും. Hey Dexter, give it a listen, bro. Just flexing my skills. ഓ അത് നൈസ്, അത് നൈസ്. തിരികെ വന്ന എന്റെ വാക്ക് മൂർച്ചയേറിയ കത്തി പോലെ വഴികളൊത്തിരി തിരിഞ്ഞു വന്ന് ഒടുവിൽ നിന്ന് നിന്റെ നേരെ മനസ്സിലൊത്തിരി ചോദ്യം കൂട്ടി മറവിൽ നിന്നും കഥയിൽ ഞാനും കഥ തിരുത്താൻ സമയമായി. തിരികൊള്ളത്താൻ ഞാൻ തുടങ്ങി ചിന്ത മാറ്റി താളം കയറ്റി കവിത എഴുതാൻ കവരടി. കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയിനി വരുന്ന കാലം തിരിച്ചടി. അകലെ വിരിഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ പൂക്കളെല്ലാം ചെയ്യാറായി. ചിലത് കാണുമ്പോൾ പറിച്ചെടുക്കാൻ പലരും ഇതിലെ വന്നു പോയി. പല വിരിക്കുമ്പോൾ വലയിൽ നീ കുടുങ്ങാതെ, ഹിര തിരയുന്ന തിമിംഗലം കാണാതെ, കടിമുറുകുമ്പോൾ അടിത്തട്ടിൽ കേറാതെ, തിരയടിക്കുമ്പോൾ തീരത്തു നിൽക്കാതെ, വല വിരിക്കുമ്പോൾ വലയിൽ നീ കുടുങ്ങാതെ, ഹിര തിരയുന്ന തിമിംഗലം കാണാതെ, കടിമുറുകുമ്പോൾ അടിത്തട്ടിൽ കേറാതെ, നടുക്കടൽ നിമുങ്ങാതെ മുന്നോട്ട്. പറയാമിനി 1000 കഥകൾ, അറിയാമിനി പോകാ വഴികൾ, കാണാമിനി കാണാ കാഴ്ചകളെ. പറയാമിനി 1000 കഥകൾ, അറിയാമിനി പോകാ വഴികൾ, കാണാമിനി കാണാ കാഴ്ചകളെ. ചൂടുവെയിലടിച്ച് വാടുകില്ല മങ്ങുകില്ല, വിതച്ച വിത്തിനൊപ്പം കാത്തിരിക്കാൻ ചെടി നനച്ച് എന്നാൽ തിരിച്ചു പോകുകില്ല. മനസ്സിൽ1000 തീരാ മോഹമുണ്ട്, എണ്ണിയൊന്നായി തീർക്കാൻ ഞാൻ വന്നതല്ലേ. കാല് മണ്ണിൽ വെച്ചുറച്ചു നിൽക്കാമെന്നതല്ലേ. എന്റെ നെറുക്കെടുത്ത ചൂണ്ടയിൽ ഞാൻ കൊത്തിയില്ല, ഇനിയും തോൽക്കാൻ എന്റെ ആഗ്രഹങ്ങൾ ഇരിക്കില്ല. പൊരുതാനായി മനസ്സിൽ കനലില്ലേ, അണയാതിനി എരിയും തിരിയല്ലേ. കടലിൽ ഇനി തിമിംഗലം ഞാനല്ലേ, മരുഭൂമിയിൽ തിരയുന്ന ജലമല്ലേ. പൊരുതാനായി മനസ്സിൽ കനലില്ലേ, അണയാതിനി എരിയും തിരിയല്ലേ. കടലിൽ ഇനി തിമിംഗലം ഞാനല്ലേ, മരുഭൂമിയിൽ തിരയുന്ന ജലമല്ലേ. പറയാമിനി 1000 കഥകൾ, അറിയാമിനി പോകാ വഴികൾ, കാണാമിനി കാണാ കാഴ്ചകളെ. പറയാമിനി 1000 കഥകൾ, അറിയാമിനി പോകാ വഴികൾ, കാണാമിനി കാണാ കാഴ്ചകളെ. എന്താ തോന്നിയ? ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേടൻ മൂഡ് കിട്ടി അവിടെ. ഫ്ലോ ഇടയിൽ അവിടെ ഒരു തിരുമാലിന്റെ ഒരു ഫ്ലോ, കൊള്ളാം സംഭവം. ബട്ട് ഡ്രോപ്പിന്റെ ഭാഗത്ത് ഒരു മെലഡിക് വേർഷൻ വരുന്നില്ല, അത് മീറ്ററിംഗ് ഇഷ്യൂ എവിടേക്കോ തോന്നി ചെറുതായിട്ട് ഫസ്റ്റില് തുടങ്ങിയപ്പോ മീറ്ററിംഗ് തോന്നി. ബട്ട് നൈസ് വൺ, ക്വാളിറ്റി ഉണ്ട് സംഭവം, വരികളൊക്കെ കൊള്ളാല്ലേ. എവിടേക്ക് ഒരു കനലുണ്ട് വേർഡ്സില്. അതെ അതെ, ഫയർ ഉണ്ട്. നെക്സ്റ്റ് So I tried rapping again now for the Dex 50 Spit Your Loss challenge conducted by Bicey and Dexter. Try to make the song a bit more lyrically right than last one. I'm messing around and trying stuff. Close to Dexter for I think 60 years of sweet to us. It's an example. And Bicey keep them reactions, explanations coming. She'll kill over. Okay, അപ്പൊ ആൾക്കുള്ള ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ബീജന്റെ തട്ടകം ഉരുവിട്ട വാക്കുകൊണ്ടറുക്കുന്ന അന്തകനന്തരമേറെയും ചിന്തയിൽ പൊന്തുന്ന തന്ത്രങ്ങളിൽ
കേറുമ്പോൾ അഭിമാനിക്കും. തലകുത്തി നിന്നിട്ട് അവർ ശപിക്കും. എന്നിട്ടൊന്നും നടന്നില്ല ചൊറിച്ചിലും അവസാനിക്കും. വാക്കുകയിലെഴുതി വാക്യപ്പാടത്തിട്ട് ധരിക്കും. ചെയ്യാനുണ്ട് പറയില്ല തന്നെ കാണിക്കും. ആളിക്കപ്പ നേരം വെള്ളം ഒഴിക്കൽ മോനെ പൊന്നെ നിന്നെ തന്നെ ഇന്ധനമാക്കുമൻ. വരികളിൽ അടിമുടി പവർ KL55 gotta represent. No you'll never see me giving up. KL55 gotta represent. വരികളിൽ അടിമുടി പവർ KL55 gotta represent. No you'll never see me giving up. വിധിയോട് വിലപേശും ബിരുദനെ പഴി കൊണ്ട് വല വിഷു പിടിക്കുന്ന മോന്റെ സംഭാഷു ബോൾ ഫോർ എ റീസൺ. വാക്കുകൾ വിതറി കളിക്കുകയില്ല വെറുതെ. ചെറുതെന്ന കോംപ്ലക്സ് കഴിഞ്ഞൊരു കാലം ഏറെ ഞാൻ തേടി നടന്നൊരു പാലം. ആലമതെടുത്തു തന്നു എന്റെ കൈകളിലേക്കൊരു പേനയും മൈക്കും കടലാസും. പിന്നെ ഞാൻ എഴുതിയ വരികളതനവധി എഴുതുന്ന കലയലയടിക്കും പ്രതിധ്വനി കുറുക്കുകൾ കൊക്കിയും തെറിയും കയ്പ് മനസ്സിലാക്കി തന്നു ഞാൻ എന്ന ടൈപ്പ്. കഥകളിലെ വരികളിൽ ഹൈപ്പ് രുചിച്ചതല്ല കഴിച്ചത റൈപ്പ്. ഭയന്ന് വിറച്ചിട്ടുണ്ട് നൈറ്റിൽ നിന്ന് മൈ കയ്യിലേന്തി ഞാൻ തുടങ്ങുന്നു ഫൈറ്റ്. KL55 gotta represent. വരികളിൽ അടിമുടി പവർ അപ്പ് KL55 gotta represent. No you'll never see me giving up. KL55 തിരൂരാണോ? യെസ്, കുഴപ്പമില്ല, നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വേർഡ് പ്ലേ ഇഷ്ടപ്പെട്ടു. ലിറിക്സ് കൊള്ളാം. ഡെലിവറിയിൽ ഒന്നുകൂടെ വർക്ക് ചെയ്യണം തോന്നുന്നു. എനർജി കുറവ് ഫീൽ ചെയ്യും. എനർജി കുറവ് ഫീൽ. ട്രാക്കിന്റെ എനർജിന്റെ ഒത്ത് പോവാത്തൊരു കുറച്ചുകൂടെ സൗണ്ടിന് ഒന്നുകൂടെ ഒരു പവർ എടുത്ത സംഭവം വർക്കൗട്ട് ആവും. അതെ അതെ. ആ ഒരു എന്തൊക്കെയോ റൈംസ് വെച്ചിട്ട് എന്തൊക്കെയോ സാധനം വന്നില്ലേ, വേർഡ് പ്ലേ വന്നില്ലേ. അതെ അതെ, വേർഡ് പ്ലേ നൈസ് ആയി. മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കണ്ട് കേറില്ലായിരുന്നു ഫസ്റ്റ്. ലൈക്ക് ദാറ്റ് വാസ് നൈസ്. മറ്റേ തന്നെ ഒരു ഇമോഷൻ ഇല്ല, ഇമോഷന്റെ ഒരു കുറവുണ്ട്. ഒരു ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ പോകുന്നല്ലേ അല്ലെ ത്രൂ ഔട്ട്. ഹൈസ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത വർക്കൗട്ട്. കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തൊന്ന് ഡെലിവറിയിലൊന്ന് വർക്ക് ചെയ്ത സംഭവം സെറ്റ് ആവും. നെക്സ്റ്റ് That's good. Taking the dollars, feeling like a palo. Indian problems, probably will solve them. Indian yalla yanda ഒരു ശാപം. താഴെ പാത്താളം, underground ചെകുത്താൻ മാറും. മേലെ ആകാശം, ടോപ്പിൽ ദൈവം മാറും. What pity money, yes, finally got him. To the woman class, real lot of it hollow. ഇടി മുഴക്കത്തിൽ ഇടിയായി വന്നവന, കുറെ ചെകുത്താന്മാരുടെ കഥകന. അല്ല പോലെ നിന്ന ഞാൻ നിന്നെ പോലെ നല്ലവന. ഇടി മുഴക്കത്തിൽ ഇടിയായി വന്നവന, കുറെ ചെകുത്താന്മാരുടെ കഥകന. അല്ല പോലെ നിന്ന ഞാൻ നിന്നെ പോലെ നല്ലവന. ഇടി കൊടുക്കണ്ട, ഇടി കൊടുക്കല്ലേ, ഇടി ഒറ്റക്കട്ട, ഇടി പറക്കില്ലേ. ഇനിയൊന്നുമില്ല, ഇടി കൊടുത്തേ, ഇടിമായി മുമ്പേ വിളിക്കില്ലേ. ഇടി മുഴക്കത്തിൽ വിളി വരവല്ലേ, കളി തുടങ്ങിയപ്പോ ചതി മണക്കുന്നേ. ഇത് എന്ന് കെട്ടി ഇത് മറക്കല്ലേ, പെരുകൂട്ടനായി ഇനി വരുന്നില്ലേ. നീയോ ഞാനോ ചെയ്യുന്നത് കുറ്റമല്ല, കയ്യോ കാലോ പേടിച്ചിട്ട് ധരിക്കണ പയ്യാനാണേ കലിപ്പില് പറയണ. നീയോ അല്ല ഞാനോ, നീയോ ഞാനോ ചെയ്യുന്നത് കുറ്റമല്ല, കയ്യോ കാലോ പേടിച്ചിട്ട് ധരിക്കണ പയ്യാനാണേ കലിപ്പില് പറയണ. നീയോ അല്ല ഞാനോ. ഇടി മുഴക്കത്തിൽ ഇടിയായി വന്നവന, കുറെ ചെകുത്താന്മാരുടെ കഥകന. അല്ല പോലെ നിന്ന ഞാൻ നിന്നെ പോലെ നല്ലവന. ഇടി മുഴക്കത്തിൽ ഇടിയായി. കൊള്ളാം. ഫസ്റ്റ് ഡ്രോപ്പ് വരെയുള്ള ഒരു പോർഷൻ നല്ല രസമുണ്ട്. നീയോ അല്ലേ ഞാനോ, ഇടിമുഴക്കത്തില് ഉടൻ വരെ ഉള്ളത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയി. അതിനുശേഷം ചെറിയ മീറ്ററിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഓഫ് ബീറ്റ് അടിച്ചു, ഒരു മെലഡി, ചെറുതായിട്ടൊരു ഓഫ് ബീറ്റ്. അതെ അതെ അതെ, വർക്കൗട്ടായി. മെലഡി നല്ല രീതിയിൽ വർക്കൗട്ടായി. അതൊക്കെ മാറ്റി വെച്ച സംഭവം ഡീസന്റ് എൻട്രി. ഇത് ആരെ ഇപ്പൊ സെലക്ട് ചെയ്യാന്നുള്ള സംഭവം കൂടി വരുന്നുണ്ട് കേട്ടാ. അത് ഞാൻ എടുക്കൂലേ, ഞാനില്ലേ.
അതാണ് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. അത് നമ്മൾ അഖിലിനെ വിട്ടുകൊടുത്തിരിക്കുന്നു. അഖിലാണ് ഓൾ ഐസ് ഓൺ അഖിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇംഗ്ലീഷ് പോർഷൻ. കുറച്ചാള് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി. ഇതില് കുറച്ചുകൂടി ഇഷ്ടമായത് എനിക്ക് ആ മറ്റേ മലബാറി ബോയ്സ് ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഭയങ്കരമായിട്ട് ഹുക്കായി അതിന്റെ മറ്റേ കോൾ മീ വാവ ഇത്. അതെ അതന്നെ അതന്നെ അതന്നെ. അത് ചെക്കൻ തൂക്കി. അത് അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി. കാരണം ട്രാക്കിന്റെ ഇത് സംഭവം സ്ട്രക്ചർ നല്ലോണം മനസ്സിലാക്കി അതനുസരിച്ച് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അഖില് സെലക്ട് ചെയ്ത് കോൾ മീ വാവ. എനിക്ക് ഇത് പേഴ്സണലി എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയി. അതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റേ ഇംഗ്ലീഷ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലീഷ് യദു യദുടെ ഇംഗ്ലീഷ് ബിൽഡപ്പ് ആൻഡ് ദാറ്റ് ഫ്ലിപ്പ് ടു മലയാളം അല്ലേ നൈസ് ആയിരുന്നത്. അതെ 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 അതെ. ഇതാണ് ആ ഒരു ട്രാൻസിഷൻ രണ്ടും നല്ല രീതിക്ക് വർക്കൗട്ട് ആയി. ഫീച്ചേർഡ് കൊളാബ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിയല്ല, അത് ആക്ച്വലി വർക്കൗട്ട് ആവും. അത് വർക്കൗട്ട് ആവും ആക്ച്വലി. എനിക്കും സംഭവം നൈസായി തോന്നിയത്. മറ്റവന്റെ അടുത്ത് ആ ഒരു ഫ്ലോ ഉണ്ട്, ഇവന്റെ അടുത്ത് ആ ഒരു ബേസ് സംസാരം ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവന്റെ ഇംഗ്ലീഷ് നേരെ കയറ്റി പിന്നെ തിരിച്ച് മറ്റവന്റെ ഇതിലേക്ക് പോകണം. അത് നൈസായിരിക്കും തോന്നുന്നു. അവന്റെ ഹുക്ക് മെലഡിക്ക് പറ്റാം. അപ്പൊ നമുക്ക് രണ്ട് വിന്നേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് ബാക്കി റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഇത് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ് രണ്ടാക്കും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ എഫേർട്ട് ഇട്ടതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്. എനിക്ക് എൻട്രീസ് കിട്ടുന്ന തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. ഇത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാ ആളും എൻട്രീസ് വന്നിട്ടുണ്ട്, കുറെ എൻട്രീസ് വന്നിട്ടുള്ള എഫേർട്ട് എടുത്ത എല്ലാവർക്കും ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. അതെ, മറ്റേ ദേവനാഥ് കൊടപ്പുള്ളി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ആൾ അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ലൈക്ക് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് അത് ലൈക്ക് ഡൗൺ ആക്കി എടുക്കാണ്ട് ലൈക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ലൈക്ക് അത് സെറ്റ് ചെയ്താൽ നിങ്ങള് ഗെയിമിൽ കയറാൻ പറ്റും നിങ്ങൾക്ക്. ലൈക്ക് ആരെയും നമുക്കൊരു കോമഡി പോലെ അല്ലെങ്കിൽ ഒരു അലമ്പ് ഫീല് തോന്നിയിട്ടില്ല. ലൈക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശൈലി ഉണ്ട്, അവരുടേതായിട്ടുള്ള ബാർസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള വേർഡ്സ് ഉണ്ട്. കോണ്ടന്റ് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ളത്. ലൈക്ക് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നു. അതായത് ആരും റിപ്പീറ്റേറ്റീവ് കോണ്ടന്റ്സ് പറയുന്നില്ല, ഡിഫറെന്റ് കോണ്ടന്റ്. നമുക്ക് ഒരെണ്ണം പോലെ ഒരു ഇതും തോന്നിയിട്ടില്ല. എല്ലാം യുണീക്ക് ഇതുണ്ട്. അങ്ങനത്തെ സംഭവം തോന്നില്ലേ? അല്ലതെ, അതില് എല്ലാരും ഒരേ യുണീക്ക് സംഭവമായിട്ട് വരുന്നു. ഒരെണ്ണം പോലെ റിപ്പീറ്റഡ് ആയിട്ട് ഇന്നത് കേട്ടത് ഇന്നതാണല്ലോ എന്ന് എല്ലാതും സത്യം യുണീക്കായിട്ട് തോന്നി. സത്യം. ആ ഒരു ഇതില് ഓരോ പ്രൊഡക്ഷൻസ് വന്നിട്ട് അതില് നമുക്ക് തോന്നിയ പോയിന്റ്സ് നമ്മള് നിങ്ങളോട് ഷെയർ ചെയ്തേ അത്രേ ഉള്ളൂ. അതായത് there's a room for improvement. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. സോ ടേക്ക് ഇറ്റ് ആസ് ദാറ്റ്. അല്ലാണ്ട് ഡൗൺ ആവരുത്. കീപ് ബാങ്കേഴ്സ് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കോൾ മീ വാവ ആൻഡ് യദു produced by Dexter. Congratulations. Dexter Duke featuring Call Me Wawa and Yadu. Mastered by Akhil Jifro. അത് സൂണ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് സെറ്റ് ആകാം. നമുക്കിപ്പോ ഇന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാല്ലേ? ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് അവരുടെ സമയം ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെതൊക്കെ പ്ലാൻ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി നിങ്ങളുടെ ഇൻബോക്സ് ഒക്കെ ഒന്ന് നോക്കുക. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ടാഗും ചെയ്യാം. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ സ്റ്റോറിയിലൊക്കെ ഇട്ടിട്ട് ടാഗ് ചെയ്യാം. സോ ദേ വിൽ നോ അബൌട്ട് ഇറ്റ്. അത്രേ ഉള്ളൂ. എല്ലാം അടിപൊളിയാവട്ടെ. സോ ഡെക്സിൽ എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ അബൌട്ട്? കൊണ്ടുവരണോ? അതെ അതെ, ഇനിയും ചാലഞ്ചസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതെ, ഇനിയൊരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇനിയും കൂടുന്ന അനുസരിച്ച് ഇനിയും ചാലഞ്ചസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഞങ്ങളെ പാട്ടുകളൊക്കെ കേൾക്കുക. അഖിലിന്റെ സ്പോട്ടിഫൈയില് ആൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാ പേജ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുക. ആൾ സൗണ്ട് ഡിസൈനർ ആണ്, പിന്നെ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് എക്സ്പേർട്ട് ആണ്. എനിക്ക് ഇപ്പൊ മലയാളത്തില് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആൻഡ് മാസ്റ്ററിംഗ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. ഇപ്പൊ ഹിപ്പ് ഹോപ്പ് ട്രാക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ താങ്ക് യു. ഫ്ലോയില് വന്നിരുന്നു. അല്ല, വൺ തിങ് ടു അതെ. സേ ഫ്രം മൈ സൈഡ്, അതായത് ഡെക്സ്റ്റർ ഈ ഒരു ഡിസിഷൻ എടുത്തില്ലേ, ലൈക്ക് 50K ആയപ്പോൾ ഉള്ള എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം, ഐ വോണ്ട് ടു ലൈക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവർക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് എടുത്തില്ലേ. ലൈക്ക് അത് പലരും എടുക്കാത്തതാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതെ അതെ അവനെന്തിനാ ഞാൻ പൊക്കിക്കൊണ്ടിരണേ, ഇവനെന്തിനാ ഞാൻ പൊക്കിക്കൊണ്ടിരണേ എന്നുള്ള ആ ഒരു മൈൻഡുള്ള കുറേ ആളുകളുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത് തന്നെ ബിഗ് തിങ്. ആൻഡ് അത് ഡെക്സ്റ്ററിൻ്റെ ചാനലിൽ തന്നെ അവരെ ഫീച്ചർ ചെയ്തിട്ട് അവർക്കായിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ കിട്ടുന്ന ഓരോ വ്യൂസും ഇറ്റ്സ് ലൈക്ക് ഒരു വിൻ വിൻ ആണ് ഫോർ ദ കൾച്ചർ. ഒരു വേണ്ടപ്പെട്ടവർക്ക് ആ ഒരു റീച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. ലൈക്ക് ഒരു ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഒരു ഇൻസ്റ്റയിൽ നമ്മൾ ഞാനൊക്കെ ആദ്യം ട്രാക്ക് ഇട്ട് തുടങ്ങിയത് ഇൻസ്റ്റയിലിടും. ഇൻസ്റ്റയിലിട്ട് 4 ആൾ കാണുമ്പോൾ ഒരു വ്യൂസ് കയറിയില്ലെങ്കിൽ നമുക്കൊരു ചടപ്പാണ്. അപ്പം തന്നെ നമ്മൾ ആ ട്രാക്ക് ഡിലീറ്റ് ചെയ്യും. അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രയും കോൺഷ്യസ് ആയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ട്രാക്കുകൾ ഇടുന്നത്. സോ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ചലഞ്ച് ഔട്ട് ചെയ്തു. എന്താ ചലഞ്ചിലെ വിന്നേഴ്സിനെ നമ്മൾ ഇപ്പോൾ അന്ന് നമ്മൾ ചലഞ്ച് ഇട്ടപ്പോൾ 50K ആയിരുന്നു, ഇപ്പോൾ അതാ 75K. മേ ബി ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പേജിലേക്കാവാം അത് ഔട്ടാവുന്നത് ആ ഒരു ട്രാക്ക്. ഉറപ്പായിട്ടും. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനും ഇപ്പൊ അഖിലൊക്കെ ആയാലും ഞങ്ങള് EDM കൾച്ചർ എന്നാണ് വരുന്നത്. ഈ യൂറോപ്യൻ, ബെൽജിയം, നെതർലാൻഡ്സ് അവിടേക്കാണല്ലോ EDM മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ EDM പഠിച്ചിട്ടാണ് വന്നത്. അപ്പൊ അവിടെയൊക്കെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ട്രാക്ക് ബിൽഡ് ചെയ്ത് ഡെമോസ് ഇങ്ങനെ ലേബിൾസിന് അയച്ചെടുക്കുക. ഇങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് റിയാക്ട് ചെയ്യും, നല്ല ഡെമോസ് എന്നിട്ട് അവരോട് കൊളാബ്, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് മലയാളം ഹിപ്പ് ഹോപ്പിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്നുള്ള ഒരു ഐഡിയ, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആഫ്റ്റർ എനിക്കൊന്ന് കൊറോണയ്ക്ക് ശേഷം തോന്നുന്നു ഇത്രയും ആർട്ടിസ്റ്റുകൾ റാപ്പേഴ്സ് ഒക്കെ മലയാളത്തിൽ വരാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചാലഞ്ച് വെച്ച് കഴിഞ്ഞാൽ കുറെ ന്യൂ ടാലൻസിനെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും. ആക്ച്വലി ഇത് നമ്മളൊരു എക്സ്പെരിമെന്റ് അല്ല. എനിക്കും ബൈസിക്ക് ഇത് ചെയ്ത ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. നമ്മള് ഫസ്റ്റ് ടൈം ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് ഇത് ചെയ്തത്. ഇപ്പൊ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉഷാറാക്കിയിട്ടായിരിക്കും ചെയ്യാം. എന്താ പറയുക, വാട്ട് യു ബോത്ത് ഡൂയിങ് ഫോർ ദ ഹിപ്പ് ഹോപ്പ് ആൻഡ് ദ കൾച്ചർ, അത് അപ്രിഷിയേറ്റഡ് ആണ്. ലൈക്ക് തിരിച്ച് സ്നേഹം മാത്രം ഞങ്ങൾക്ക് തരാനുള്ളൂ. തിരിച്ച് സ്നേഹം മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ലൈക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി 100K ആകുമ്പോഴേക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ ട്രാക്ക്. അത് റിയാക്ട് ചെയ്യാനും അതിൽ എനിക്ക് പറയാനുള്ള ഇതിന് വെയിറ്റ് ചെയ്യാണ്. ബൈസിയും ആ ട്രാക്കിന്റെ ഭാഗമാണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മള് സെലക്ട് ചെയ്ത ബൈസിന്റെയും കൂടെ ഇതുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ ഡെഫിനറ്റ്ലി യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ്. അതുപോലെ തന്നെ ആർക്കെയും മിക്സ് ആൻഡ് മാസ്റ്റർ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അഖിൽ ജിഫ്രൂമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ആണ്. ഒരുപാട് ട്രാക്ക് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് പുള്ളി ഡെയിലി ഓരോ ഹിപ്പ് ഹോപ്പ് ട്രാക്ക് വെച്ച് മിക്സ് ചെയ്ത് ഡെലിവർ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം പേഴ്സണലി. അപ്പോ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും, നല്ല ഔട്ട് എന്തായാലും കിട്ടും. എന്റെ എല്ലാ ട്രാക്സും അഖിലാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ മിക്സിംഗ് മാത്രമല്ല, സൗണ്ട് ഡിസൈനിങ്, പ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും പുള്ളി. അപ്പോ ഡെഫിനറ്റ്ലി ചെക്ക് ഹിം ഔട്ട്, നോക്കി നോക്കി. അപ്പൊ ആർക്കെയും മിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഡെക്സ്റ്റർ. ജിപേ ഇതില് നമുക്ക് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ചാനലിൽ ഇതൊരു പുതിയൊരു സംഭവമാണ്. ഇതെങ്ങനെ എഡിറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് എത്തിക്കാന്ന് പോലും എനിക്കിപ്പോ ഡൗട്ടാണ്. ചാലഞ്ചാണ്, ബേസിക് പുതിയൊരു ചാലഞ്ചാണ്. സോ എനിക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. സോ താങ്ക് യു ബോത്ത് ഫോർ ജോയിനിങ് ഇൻ ബൈസിയെ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇവൻറ്റ്സും കൂടുതൽ റിയാക്ഷൻസും കൂടുതൽ ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന്
നോക്കുന്നു.